വൺ പീസ് എന്ന ബ്രഹ്മാണ്ഡ കഥ ആരംഭിക്കുന്നത് ഗോൾഡ് ഡി റോജർ എന്ന് പറയുന്ന ദ കിങ് ഓഫ് പൈററ്റ്സ് അല്ലെങ്കിൽ കടൽ കൊള്ളക്കാരുടെ തലവനായിട്ടുള്ള ഗോൾഡ് ഡി റോജർ എന്ന കിങ് ഓഫ് പൈററ്റിൻ്റെ എക്സിക്യൂഷൻ സമയത്തിലൂടെയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയോടെ പറയുന്ന ഒരു കാര്യമുണ്ട്: എൻ്റെ നിധിയാണോ നിങ്ങൾക്ക് വേണ്ടത്? ഇഫ് യു വാണ്ട് ഇറ്റ് യു ക്യാൻ ഹാവ് ഇറ്റ്, ഫൈൻഡ് ഇറ്റ്, ഐ ലെഫ്റ്റ് എവറിത്തിങ് ഇൻ വൺ പ്ലേസ്. ഇവിടെ നിന്ന് കട്ടാവുകയും തുടർന്ന് വൺ പീസിൻ്റെ ഇൻട്രോയുമാണ് കാണിക്കുന്നത്. ഇത് എപ്പിസോഡ് 1ൻ്റെ ഏറ്റവും ബിഗിനിങ് ആണ്. ആ ഒരു സമയം തൊട്ടാണ് ദ ഗ്രേറ്റ് പൈററ്റ് എറ ബിഗിൻ ചെയ്യുന്നത്. ലോകത്തിലുള്ള എല്ലാ പൈററ്റ്സും, ആയിരക്കണക്കിന് പൈററ്റ്സും ആ ഒരു റോജറിൻ്റെ നിധിയെ തപ്പി ലോകമാകമനം തേടി നടക്കുകയാണ്, ആ ഒരു വൺ പീസിനെ തപ്പി. അങ്ങനെ വൺ പീസ് കരസ്ഥമാക്കുകയും കിങ് ഓഫ് പൈററ്റ്സ് എന്ന് പറയുന്ന ആ ഒരു പട്ട പേരിന് താൻ യോഗ്യനാണെന്ന് വിശ്വസിച്ചു കൊണ്ടുവരുന്ന ഒരു ചെറിയ പയ്യനാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള മങ്കി ഡി ലൂഫി. അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ എപ്പിസോഡ് 1ൽ കാണിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു പൈററ്റ് ഷിപ്പ്, അതായത് അയൺ മീസ് അൽവിഡ എന്ന് പറയുന്ന ഒരു ക്രൂവൽ ആൻഡ് അരഗൻ്റ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ പൈററ്റിൻ്റെ ഒരു കപ്പൽ കാണിക്കുന്നു. ഈ ഒരു കപ്പൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈസ്റ്റ് ബ്ലൂ സീയിലാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ അൽവിഡേനെ സ്വന്തം ക്രൂ മെമ്പേഴ്സിന് പോലും ഇഷ്ടമല്ല, കാരണം അറഗൻ്റ് സ്വഭാവമാണ് ഉള്ളത്. അങ്ങനെയുള്ള ആ ഒരു അറഗൻ്റ് ലേഡി പൈററ്റിനെ സെർവ് ചെയ്യുന്ന ഒരു പയ്യനെയാണ് അടുത്തത് കാണിക്കുന്നത്. പേര് കോബി. കപ്പലിലുള്ള ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഈ കോബിനെ നല്ല രീതിയിൽ ബുള്ളി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കപ്പലിനടുത്തൂടെ ഒരു ലാർജ് ബാരൽ ഫ്ലോട്ട് ചെയ്യുന്നു പോകുന്നത് അവിടെ പൈററ്റ്സ് കാണുകയാണ്. അത് കണ്ട് കോബി പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് ആൽക്കഹോൾ കാണും, നമുക്ക് എടുത്തു വെച്ചേക്കാം, യൂസ്ഫുൾ ആവുമെന്ന്. എന്നിരുന്നാലും പൈററ്റ്സ് ആ ബാരൽ കളക്ട് ചെയ്യുകയും അത് തുറന്നു നോക്കുവാൻ വേണ്ടി തയ്യാറായപ്പോൾ ആ ബാരൽ പൊട്ടിച്ചുകൊണ്ട് ഒരു വ്യക്തി കടന്നു വരുന്നു. അതാണ് കഥാനായകനായിട്ടുള്ള മങ്കി ഡി ലൂഫി. ലൂഫിയുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ്: ഒരു സ്ട്രോ ഹാറ്റും ഒരു ഷോർട്ട്സും ഒരു റെഡ് വെസ്റ്റും ഒക്കെ ഇട്ടാണ് നമ്മുടെ മങ്കി ഡി ലൂഫിയുടെ അപ്പിയറൻസ്. താനൊരു പൈററ്റ് ഷിപ്പിലാണെന്നുള്ള ഒരു കൂസലുമില്ലാതെ നിൽക്കുന്ന ലൂഫിയുടെ അടുത്തേക്ക് പൈററ്റ്സ് അറഗൻസോടെ വരുമ്പോൾ അവൻ അവരെ എല്ലാം നിഷ്പ്രയാസം അടിച്ചിടുകയാണ്. എന്താണേലും അവൻ്റെ ആ ഒരു അടിച്ചിടലിൽ ഒരു പ്രത്യേകതയുണ്ട്: അവൻ്റെ ദേഹത്തെ എലാസ്റ്റിസിറ്റി. അവൻ്റെ ദേഹമെല്ലാം ഭയങ്കരമായിട്ട് അങ്ങ് എലാസ്റ്റിക് പോലെ വലിഞ്ഞു നീടുകയാണ്. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ റബ്ബർ പേഴ്സൺ പോലെ. അങ്ങനെ ആ ഒരു പൈററ്റ്സിനെ അടിച്ചിട്ടതിന് ശേഷം കോബിയുമായിട്ട് ഒരു സൗഹൃദത്തിൽ ഏർപ്പെടുകയും കോബി ഇവിടെ നിൽക്കുന്നത് അവന് ഇഷ്ടമില്ലാതായി തീരുന്നത് കൊണ്ടാണെന്നൊക്കെ മനസ്സിലാകുന്നു. ഇതിനെ തുടർന്ന് ഇവൻ ഫൈറ്റ് ചെയ്തപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ റബ്ബർ രീതിയിലായി എന്നുള്ളൊരു കഥയും അവൻ പറയുന്നുണ്ട്. അതായത് ഇവൻ ഡെവിൾ ഫ്രൂട്ട് എന്ന് വിളിക്കുന്ന ഗോമു ഗോമു നോ മീ എന്ന് പറയുന്ന ആ ഒരു ഫ്രൂട്ട് തിന്നതിൽ തുടർന്നാണ് ഇവൻ ഇങ്ങനെയായെന്ന് ലൂഫി തന്നെ പറയുന്നു. ഈ ഒരു അവസരത്തിലാണ് ലൂഫി പറയുന്നത് ഐ ആം ഗോയിങ് ടു ബിക്കം ദ കിങ് ഓഫ് പൈററ്റ്സ് എന്ന്. ഇത്രയും സീൻ കഴിയുമ്പോഴേക്കും ലൂഫിയുടെ ഒരു കെയർ ഫ്രീ നേച്ചറും ഫിയർലെസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയും ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റൽ പവറുള്ള കാര്യവും കാഴ്ചക്കാരിലേക്ക് നമ്മുടെ റൈറ്റർ എത്തിക്കുന്നുണ്ട്. അടുത്ത സീനിലാവട്ടെ കോബി അവൻ്റെ ഡ്രീമിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. കാരണം കോബി കൺഫ്യൂസ് ചെയ്യാണ്, ഓപ്പൺ അപ്പ് ആവുകയാണ് എങ്ങനെയാണ് ഈ ഒരു ഷിപ്പിൽ കോബി എത്തിപ്പെട്ടതെന്നും അവൻ എങ്ങനെയാണ് ആക്സിഡൻ്റലി ഇവിടെ വന്നതെന്നുമൊക്കെ ലൂഫിയെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. അങ്ങനെ ഏകദേശം 2 വർഷം ഇവരുടെ അടിമപ്പണി ചെയ്ത് കഴിയുന്നവനാണ് കോബി എന്ന് ലൂഫിക്ക് മനസ്സിലായി. അതും കൂടാതെ നമ്മുടെ കോബിയുടെ ഏറ്റവും വലിയ ആഗ്രഹം മറൈൻസിൽ ജോലി ചെയ്യണമെന്നുമാണെന്നും മനസ്സിലാവുന്നു. ഈ ഒരു ടൈമിൽ എല്ലാം പേടിച്ചുകൊണ്ടാണ് കോബി പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൂഫി പറയുന്നുണ്ട് ഇഫ് യു വാണ്ട് ടു ഡു ഇറ്റ് ദെൻ ഡു ഇറ്റ്, സ്റ്റോപ്പ് കംപ്ലൈനിങ് ആൻഡ് ആക്ട് എന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞ വാചകങ്ങൾ കോബിക്ക് നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട്. ഇവിടുന്നാണ് നമ്മുടെ ലൂഫിയുടെ ക്യാരക്ടർ ആർക്ക് ബിൽഡ് ചെയ്തതെന്ന് പറയാം. കാരണം ലൂഫി ബാക്കിയുള്ള ആൾക്കാരെ ഇൻസ്പയർ ചെയ്ത് തുടങ്ങുന്നു. ഈ അവസരത്തിലാണ് പൈററ്റ്സിനെ അടിച്ചിട്ട വിവരം നമ്മുടെ ഷിപ്പിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അൽവിഡ അറിയുന്നത്. ആ അവസരത്തിൽ പെട്ടെന്ന് അൽവിഡ അവരുടെ ആ ഒരു സംഭാഷണത്തിന്റെ ഇടയിൽ കയറുകയും കോബിയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ആരാണെന്ന്. അവൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു മറുപടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡി എന്നാണെങ്കിൽ കോബി പറഞ്ഞത്, ലൂഫിയുടെ ഇൻസ്പിറേഷനിൽ കോബി പറഞ്ഞത് നിങ്ങളൊരു അഗ്ലി ആൻഡ് ഒരു ഓൾഡ് ഹാഗ് ആണെന്നാണ്. ഇത് അൽവിഡയ്ക്ക് വട്ടുപിടിപ്പിക്കുന്ന പോലെ ആക്കി. എന്നിട്ട് അൽവിഡ രണ്ടുപേരെയും പിടിച്ചു കെട്ടാൻ പറയുകയാണ് ബാക്കിയുള്ള പൈററ്റ്സിനോട്. ആൻഡ് ഒടുക്കം നമ്മുടെ അൽവിഡയിലെ ക്രൂവിലുള്ളവരെ എല്ലാവരും തന്നെ നമ്മുടെ ലൂഫി ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കിട്ടിയ തക്കം നോക്കി കോബിയും ലൂഫിയും കൂടെ ഒരു സ്മോൾ ബോട്ടിൽ കയറിയിട്ട് അങ്ങ് യാത്ര തുടരുകയാണ്. ഈ ഒരു ടൈമിൽ കോബി താങ്ക് ചെയ്യുന്നുണ്ട് ലൂഫിനെ അവിടെ നിന്ന് രക്ഷിച്ചതിനൊക്കെ പറ്റി.
അപ്പോഴാണ് കോബി ലൂഫിയുടെ ഐഡിയ അല്ലെങ്കിൽ ഡ്രീം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ലൂഫിക്ക് കിങ് ഓഫ് പൈററ്റ്സ് ആകണമെന്നും അതിനായിട്ട് അവനൊരു വലിയ പൈററ്റ് ക്രൂവിനെ അന്വേഷിച്ച് നടക്കുകയാണെന്നും അതേ തുടർന്ന് അവനൊരു സ്പോർട്സ്മാനെ ആവശ്യമുണ്ടെന്നും ആ ഒരു ആളുടെ പേരാണ് സോറോ എന്നും പറയുന്നു. ഇങ്ങനെയാണ് എപ്പിസോഡ് 1 തീരുന്നത്. തുടർന്ന് എപ്പിസോഡ് 2 ആണ് എൻറ്ററിംഗ് ദ ഗ്രേറ്റ് സ്പോർട്സ്മാൻ പൈററ്റ് ഹണ്ടർ റോറനോവ സോറോ. അങ്ങനെ കിങ് ഓഫ് പൈററ്റ്സ് ആകാൻ വേണ്ടി തനിക്കൊരു വലിയ പൈററ്റ് ക്രൂ തന്നെ വേണമെന്നും അറ്റ്ലീസ്റ്റ് അതിൻ്റെ അകത്ത് 10 സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ക്രൂ മേറ്റ്സും വേണമെന്നും നമ്മുടെ കോബിയോട് ലൂഫി പറയുകയാണ്. ഈ ഒരു ടൈമിലാണ് കോബി മെൻഷൻ ചെയ്യുന്നത് ആരെ, നമ്മുടെ പൈററ്റ് ഹണ്ടർ ആയിട്ടുള്ള സോറോയെ പറ്റി. അടുത്തുള്ള മറൈൻ ബേസിൽ നമ്മുടെ സോറോനെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് കോബി ലൂഫിയോട് പറയുന്നു. അപ്പോൾ ലൂഫി പറയുന്നു, ഇവൻ ഈ പറയുന്നത്ര ഉണ്ടോ, ഏതായാലും അവൻ എൻ്റെ ക്രൂവിൽ ചേർക്കണം. സോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ബിൽഡപ്പ്, സോറോയെ പറ്റിയുള്ള ഒരു ബിൽഡപ്പ് അവിടെ എഴുത്തുകാരൻ കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ ആ കുഞ്ഞ കപ്പലിൽ കയറി അവർ എത്തുകയാണ് ഷെൽസ് ടൗണിൽ. ഇതൊരു മറൈൻ കൺട്രോൾഡ് ആയിട്ടുള്ള ഐലൻഡാണ്. എന്നിരുന്നാലും ഇപ്പോഴത്തെ ആ മറൈനേഴ്സിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആക്സാൻഡ് എന്ന് വിളിക്കുന്ന മോർഗനാണ്. ഇതൊരു ലോക്കൽ മറൈൻ കമാൻഡർ അല്ലെങ്കിൽ ഡിക്റ്റേറ്റർ എന്നൊക്കെ പറയാം. ലിറ്ററലി ഒരു മെറ്റൽ ആക്സ് ആണ് അദ്ദേഹത്തിന്റെ വലത്തെ കൈ. ഈ ബാക്കിയുള്ള മറൈനേഴ്സിനാർക്കും ഇവരുടെ ക്യാപ്റ്റനെ അത്ര ഇഷ്ടവുമില്ല. അദ്ദേഹത്തെ പേടിച്ച് ഒന്നും പറയുന്നില്ലെന്ന് മാത്രം. അങ്ങനെ ഡിക്റ്റേറ്റർഷിപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ലൂഫിയും കോബിയും കൂടെ അവിടെ എത്തിച്ചേരുന്നത്. ഈ ടൈമിലാകട്ടെ നമ്മുടെ മോർഗന്റെ ഒരു വലിയ സ്റ്റാച്ചു ബാക്കിയുള്ള മറൈനേഴ്സിനോടെല്ലാം ഡിക്റ്റേറ്റർ രൂപേണ ആജ്ഞാപിച്ച് അവരുടെ അതിൻ്റെ മണ്ടയിൽ പ്രതിഷ്ഠിക്കുവാൻ പോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മറൈനേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, എങ്ങനത്തെ ഒരു ക്രൂവൽ ആൻഡ് സെൽഫ് അബ്സോർബ്ഡ് ആയിട്ടുള്ള ഒരാളാണിത്, ഇയാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിന് എനിക്ക് തന്നെ ലജ്ജയുണ്ടെന്ന്. തുടർന്ന് സീൻ കട്ട് ചെയ്യുന്നത് ഒരു മറൈൻ്റെ കോർട്ട് യാർഡിലേക്കാണ്. അവിടെ നമുക്ക് ആദ്യമായിട്ട് സോറോനെ കാണാൻ പറ്റുന്നു. ഒരു വുഡൻ കുരിശ് പോലെ ഇരിക്കുന്ന സാധനത്തിൽ നല്ല ചുട്ടുകൊള്ളുന്ന വെയിലത്ത് റഗ്ഡായിട്ടുള്ള ഒരു മസ്കുലർ ആയിട്ടുള്ള ഒരാളിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നു. യെസ്, നൺ അതർ ദാൻ സോറോ. അവിടെ കുറെ ഗോസിപ്പൊക്കെ പറയുന്നുണ്ട്, അതാണ് സോറോ പൈററ്റ് ഹണ്ടർ, അവൻ ഭയങ്കര സ്കെയറിയാണ്. ഈ ഒരു സീനിലൂടെ സോറോയുടെ ആ ഒരു ബിൽഡപ്പ് നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ ഇതേ ടൈമിൽ അധികം സമയമൊന്നും കളയാതെ ലൂഫി സോറോനെ കാണുവാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ലൂഫി സോറോനെ കണ്ടുമുട്ടുകയും സോറോയോട് തൻ്റെ ക്രൂവിൽ ചേരണമെന്നും പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ സോറോ ലാഫ് ചെയ്തിട്ട് പറയുകയാണ്, ഞാനൊരു പൈററ്റ് ആകുന്നതിനേക്കാളും ഭേദം മരിക്കുന്നതാണ്. അതേ തുടർന്ന് അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു നിലയിൽ എത്തിയതെന്ന്, കാരണം ഇത്ര വലിയ പൈററ്റ് ഹണ്ടർ എങ്ങനെയാണ് ഇവരുടെ പിടിയിലായെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഇവിടുത്തെ നേതാവായിട്ടുള്ള ആ ഒരു ഡിക്റ്റേറ്ററിൻ്റെ മകനായിട്ടുള്ള ഹെൽമപ്പോ എന്ന് പറയുന്ന വ്യക്തിയും ഞാനും തമ്മിൽ ഒരു കരാറായി. അതായത് ഒരു കുഞ്ഞു കൊച്ചിന്റെ ജീവന് വേണ്ടി ഞാൻ ഫുഡൊന്നും കഴിക്കാതെ ഇത്ര ദിവസം ഇവിടെ കടന്നാൽ അവളെ ജീവനോടെ വിട്ടേക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവന്റെ സമ്മതമുള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ഇങ്ങനെ കെട്ടിയിടാൻ സാധിച്ചതെന്നുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർ മനസ്സിലാക്കുകയാണ്. ഈ ഒരു സീനിലൂടെ സോറോയുടെ ആ ഒരു ഹോണറും ലോയൽറ്റിയും നമുക്ക് മനസ്സിലാവുന്നതാണ്. എന്നിരുന്നാലും നമ്മുടെ ഹെൽമപ്പോ ഈ സോറോയുടെ പോലെ അത്ര ഹോണറൊന്നും ഉള്ള ഒരാളായിരുന്നില്ല. സോറോനെ പിടിച്ചു കെട്ടിയെന്നുള്ള അഹങ്കാരത്തിൽ അവനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ള ആ ഒരു അതിബുദ്ധിയാണ് നമ്മുടെ ഹെൽമപ്പോ അവിടെ കാണിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നത്. അതായത് എന്നാണേലും സോറോനെ കൊല്ലുമെന്ന് അർത്ഥം. ഈ ഒരു ടൈമിലേക്കാണ് അവിടെ ഒരു ലിറ്റിൽ ഗേൾ വരുന്നത്, ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട്. ഇതേ ലിറ്റിൽ ഗേളിനെ സേവ് ചെയ്യാൻ വേണ്ടിയാണ് സോറോ ഇപ്പോൾ ഈ അവസ്ഥയിലായത്. അവള് സോറോയ്ക്ക് വേണ്ടി ഒരു ഫുഡ് കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ തന്നെ ഹെൽമപ്പോയുടെ ആൾക്കാർ ഈ ഫുഡ് കൊണ്ടിരുന്ന കൊച്ചിനെ കാണുകയും ആ ഒരു ഫുഡ് തന്നെ വലിച്ചെറിയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അപ്പോൾ അവിടേക്ക് ഹെൽമപ്പോ തന്നെ നേരിട്ട് വരികയാണ്. ഇതെല്ലാം മനസ്സിലാക്കിയ ലൂഫി ഹെൽമപ്പോയായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, യു ആർ നോട്ട് എ റിയൽ മറൈൻ, യു ആർ ജസ്റ്റ് എ ട്രാഷ് എന്ന്. ഈ ഒരു ടൈമിൽ എഴുത്തുകാരൻ ലൂഫിയുടെ ഫിയർലെസ് നേച്ചറിനെയാണ് കാണിക്കുന്നത്. അതായത് ഒരു മറൈൻ ഡിക്റ്റേറ്ററിന്റെ സണ്ണിനെ കൂസലില്ലാതെ അടിച്ച് പരിചാക്കി ലൂഫി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ കോബിക്ക് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. എന്നാണേലും നമ്മുടെ ലൂഫി അതെല്ലാം ചിരിച്ചു തള്ളുകയാണ് ഉണ്ടാകുന്നത്. ആ ഒരു ടൈമിൽ ലൂഫി ഈ ഹെൽമപ്പോ താൻ വിചാരിക്കുന്ന പോലത്തെ ആളൊന്നും അല്ല, സോറോനെ ഏതായാലും കൊല്ലുവാനാണ് ഇവരുടെ പ്ലാൻ എന്നൊക്കെ സോറോയോട് പറയുകയാണ്. എന്നിട്ട് അവൻ പറയുകയും ചെയ്യുന്നുണ്ട്, ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ എസ്കേപ്പ് ചെയ്യാൻ സഹായിക്കാം, എൻ്റെ ക്രൂവിൽ നിങ്ങൾ ചേരണമെന്ന്. ഈ ഒരു ടൈമിലാണ് ലെജൻഡറി ആയിട്ടുള്ള ആ ഒരു നറേഷൻ വരുന്നത്. അവിടെ തുടങ്ങുകയാണ് അവരുടെ ജൈത്രയാത്ര. ദ മാൻ ഹു വിൽ ബി പൈററ്റ് കിങ് ആൻഡ് ദ മാൻ ഹു വിൽ ബി ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാൻ. സോ അങ്ങനെ എപ്പിസോഡ് 2 അവസാനിക്കുന്നു. അതെ, മോർഗൻ വേഴ്സസ് ലൂഫി, ഹൂ ഈസ് ദ ബ്യൂട്ടിഫുൾ യങ് ഗേൾ. സോ നമ്മുടെ ലൂഫി അങ്ങനെ ഹെൽമപ്പോനെ അടിച്ച് നിലംപരിശാക്കിയിട്ട് ഹെൽമപ്പോ ഓടിച്ചെന്ന് തൻ്റെ അപ്പനോട്, അതായത് ക്യാപ്റ്റൻ മോർഗനോട് കാര്യം പറയുകയാണ്. ഇതിൽ ഫ്യൂരിയസ് ആയിട്ടുള്ള ക്യാപ്റ്റൻ മോർഗൻ പെട്ടെന്ന് തന്നെ അവരെ പിടിച്ചു കെട്ടാൻ ആജ്ഞാപിക്കുന്നു. ഈ ഒരു ടൈമിലാകട്ടെ നമ്മുടെ ലൂഫി സോറോനെ എങ്ങനെയും എസ്കേപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ സോറോയുടെ മൈൻഡിൽ അവൻ്റെ പാസ്റ്റിലെ കുറച്ച് മെമ്മറീസ് ഒക്കെയാണ് കാണിക്കുന്നത്. അതായത് അവൻ ഇവിടെ വെച്ച് മരിക്കുവാൻ പറ്റില്ല, അവന് ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാൻ ആകണമെന്നുള്ള ഒരു പ്രതിജ്ഞ. ആ ഒരു ടൈം ആയപ്പോഴേക്ക് നമ്മുടെ ക്യാപ്റ്റൻ മോർഗനും അദ്ദേഹത്തിൻ്റെ ആൾക്കാരും നമ്മുടെ ലൂഫിനെയും നമ്മുടെ സോറോനെയും വളഞ്ഞിരിക്കുന്നു.
എന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻ മോർഗൻ ബാക്കിയുള്ള മറൈനേഴ്സിനോട് ഓർഡർ ഇടുകയാണ് സോറോവിനെയും ഇവനെയും വധിക്കുവാൻ. അവർ എന്നിട്ട് ഒരു തോക്കെടുത്ത് ഹെസിറ്റേഷനോടുകൂടി വെടിവെക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ ഗം ഫ്രൂട്ട് കഴിച്ച ലൂഫിക്ക് ഇതൊന്നും വലിയ പ്രശ്നമായിരുന്നേ ഇല്ല. അവന്റെ റബ്ബർ പോലത്തെ ശരീരത്തിൽ കൊണ്ട വെടിയുണ്ടകളെല്ലാം തിരിച്ച് അവർക്ക് തന്നെ വിനയായി തീർന്നു. ഇവന്റെ ഈ പവർ കണ്ടിട്ട് സോറോ പോലും അന്തം വിട്ടു നിൽക്കുകയാണ്. ആ ഒരു ടൈമിൽ ലൂഫി എടുത്ത് ചോദിക്കുന്നുണ്ട്, പെട്ടെന്ന് നീ ഇവിടെ വെച്ച് മരിച്ചാൽ പിന്നെ നിന്റെ ഡ്രീം ആര് ഫുൾഫിൽ ചെയ്യുമെന്ന്. ഈ ഒരു ടൈമിൽ സോറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇവനൊരു സാധാരണ ആളല്ലെന്നും. എന്നിരുന്നാലും നമുക്കൊന്നൊരു കൈ നോക്കാമെന്നും. സോ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിലും ഷെയർഡ് അംബിഷനിലും സോറോ അംഗീകരിക്കുകയാണ്. ഇതിനെ തുടർന്ന് നമ്മുടെ ലൂഫി ഹെൽമപ്പോനെ പിടിച്ചുകൊണ്ട് സോറോയുടെ ആ ഒരു ലെജൻഡറി സോർഡ്സ് എവിടെയാണെന്നും അത് എടുത്തു കൊടുക്കണമെന്നും പറയുന്നു. ആദ്യം ഹെസിറ്റേറ്റ് ചെയ്യുമെങ്കിലും ആ ഒരു ലൂഫിയുടെ ഇടിയൊക്കെ കൊണ്ടിട്ട് ഹെൽമപ്പോ അത് തന്നെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലൂഫി സോറോയുടെ സോർഡ്സ് എടുത്ത് സോറോയ്ക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ സോറോ ഫ്രീ ആയി കഴിഞ്ഞു. സ്റ്റാൻഡ് സ്റ്റോൾ ആൻഡ് റെഡി ടു ഫൈറ്റ്. തുടർന്ന് മോർഗൻ ഓർഡർ ചെയ്യുകയാണ്, എന്തിരുന്നാലും വേണ്ടില്ല രണ്ടുപേരെയും കൊന്നേക്കാൻ. ഈ ഒരു ടൈമിലാണ് സോറോയുടെ ആ ഒരു പവർ നമുക്ക് മനസ്സിലാവുന്നത്. ഒരൊറ്റ സ്ലാഷിലൂടെ കുറേ മറൈൻ സോൾജേഴ്സിനെ ഇൻക്രെഡിബിൾ സ്പീഡും പ്രസിഷനും വെച്ച് ആ ഒരു 3 sword സ്റ്റൈൽ വെച്ചിട്ട് സോറോ സ്ലാഷ് ചെയ്യുന്നു. ഇത് കണ്ടു നിന്ന് എല്ലാവരും തന്നെ ലിറ്ററലി ഞെട്ടിപ്പോയി. ഇത് കണ്ടപ്പോഴേക്ക് മോർഗന് സഹിക്കുവാനായില്ല. മോർഗൻ ആദ്യം ലൂഫിനെ ഡയറക്റ്റ്ലി തന്നെ എൻകൗണ്ടർ ചെയ്യാൻ നോക്കി. ആദ്യം അവൻ്റെ ആ ഒരു മാസീവായിട്ടുള്ള ആക്സ് ആം ഉപയോഗിച്ച് ലൂഫിനെ ഡയറക്റ്റ്ലി ഹിറ്റ് ചെയ്തു. എന്നിരുന്നാലും ഗുമു ഫ്രൂട്ട് കഴിച്ച നമ്മുടെ ലൂഫിയുടെ ഒരു എതിരാളി പോലും അല്ലായിരുന്നു ക്യാപ്റ്റൻ മോർഗൻ. അവൻ്റെ ആ ഒരു ഗുമു ഗോമോ നോ പിസ്റ്റൽ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അവൻ്റെ താടിയിൽ നോക്കി ഒരു ഒറ്റ അടിയാണ് ലൂഫി കൊടുത്തത്. ഇതേ തുടർന്ന് നമ്മുടെ മോർഗൻ്റെ റൂളിൽ നിന്ന് മറൈനേഴ്സ് ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്നു. എല്ലാവരും തന്നെ ഹാപ്പി, കാരണം അവരുടെ ഡിക്റ്റേറ്റർ, അവരുടെ ടെറൻറ്റ് ഡിഫീറ്റ് ആകപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കോബി ആവട്ടെ അവരുടെ ആ ഒരു മറൈൻ ബേസിൽ ചേരാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ ഫൈനലി ലൂഫിയും സോറോയും ആ ഒരു സ്ഥലത്തിൽ നിന്ന് പോവുകയാണ്. സോ നമ്മുടെ ക്യാപ്റ്റൻ മങ്കി ഡി ലൂഫി അവൻ്റെ ഫസ്റ്റ് ടീം മേറ്റിനെ കണ്ടുപിടിച്ചിരിക്കുന്നു, റോറോണവ സോറോ. ഈ ഒരു ടൈമിൽ നമ്മുടെ സോറോ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ക്യാപ്റ്റൻ അല്ലെങ്കിൽ കിങ് ഓഫ് പൈററ്റ്സ് ആവുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ലൂഫി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരിക്കൽ ഒരു ലെജൻഡറി യോദ്ധാവിന് വാക്ക് കൊടുത്തതാണ് ഐ വിൽ ബി ദ കിങ് ഓഫ് പൈററ്റ്സ് എന്ന്. എന്നിട്ട് ഒരൊറ്റ സീൻ കാണിക്കുന്നുണ്ട്, ഒരു സ്ട്രോ ഹാറ്റ് തലയിൽ വെച്ച് കൊടുക്കുന്ന പോലത്തെ ഒരു സീൻ. ഇതോടുകൂടിയാണ് എപ്പിസോഡ് നമ്പർ 3 അവസാനിക്കുന്നത്. സോ ഒരു സമ്മറൈസ് രൂപേണെ വൺ പീസിൻ്റെ ആദ്യത്തെ ആർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഈസ്റ്റ് ബ്ലൂ സാഗയിലെ ആദ്യത്തെ ആർക്കായ റൊമാൻസ് ഡൗൺ ആർക്കാണ് ഇത്. ഇതിൽ വരുന്ന എപ്പിസോഡുകൾ 1, 2, 3 വരെയാണ്. മെയിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫൂഷ വില്ലേജിലാണ്. മെയിൻ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ലൂഫി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും സോറോ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ക്യാപ്റ്റൻസ് അല്ലെങ്കിൽ പൈററ്റ്സ് എല്ലാം കൂടെ ആ ഒരു വൺ പീസിനെ തേടി നടക്കുന്ന ഒരു ജൈത്രയാത്രയുടെ ആരംഭവുമാണ് ഫസ്റ്റ് ആർക്ക് സൂചിപ്പിക്കുന്നത്. ഈസ്റ്റ് ബ്ലൂ സാഗയുടെ രണ്ടാമത്തെ ആർക്കാണ് നെക്സ്റ്റ് എപ്പിസോഡുകളിൽ വരുന്നത്. പേരെടുത്ത് പറയുകയാണെങ്കിൽ എപ്പിസോഡ് 4 തൊട്ട് 8 വരെയുള്ളത് ദ ഓറഞ്ച് ടൗൺ ആർക്ക്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. I told you long ago